ഹരി ഓം. ശങ്കരഭഗവത്പാദർ ഒരു ബാലകനോട് ചോദിച്ച ചോദ്യം റിലേറ്റീവായിട്ടുള്ള ട്രാൻസാക്ഷണൽ ലെവലിലുള്ള വ്യാവഹാരിക തലത്തിൽ സാപേക്ഷിക തലത്തിലുള്ള അസ്തിത്വത്തെ സംബന്ധിക്കുന്ന ചോദ്യമാണ്. പക്ഷേ ആ ചോദ്യത്തിന് ബാലകൻ നൽകുന്ന മറുപടിയാവട്ടെ അത് നിഷേധ രീതിയെ അവലംബിച്ച് നെഗേറ്റ് ചെയ്ത് ആചാര്യസ്വാമികളുടെ ചോദ്യം കസ്ത്വം, കസ്യ, കുതോസി ഗന്ത, കുത ആഗത, ഇങ്ങനെയൊക്കെയായിരുന്നു. അതൊക്കെ ട്രാൻസാക്ഷണൽ ലെവലിൽ വ്യാവഹാരിക തലത്തിൽ റെലവൻ്റ് ആകുന്ന പ്രസക്തമാവുന്ന ചോദ്യങ്ങളാണ്. അതിനെ മുഴുവൻ നിഷേധിക്കുന്ന സമ്പ്രദായമാണ് ഉത്തരം പറയുന്നിടത്ത് ഹസ്താമലകൻ അവലംബിച്ചിരിക്കുന്നത്. നാഹം മനുഷ്യ എന്നിങ്ങനെ നിഷേധം. ഒടുവിലത്തെ പാദമാകട്ടെ അസേഷനാണ്. നെഗേഷൻ ആൻഡ് അസേഷൻ. അസേർട്ടീവായിട്ട് ഹൂ ആം ഐ റിയലി, അതാകട്ടെ നിരുപാധിക ആത്മസത്തയെക്കുറിച്ചുള്ള പ്രതിപാദനമാണ്. എന്തൊക്കെയാണ് ട്രാൻസാക്ഷൻ ലെവലിൽ നിഷേധിച്ചത്? ഞാൻ സ്ഥൂല ശരീരമല്ല, നാഹം മനുഷ്യ. ദേവയക്ഷന്മാരല്ല എന്ന് പറഞ്ഞാൽ പൂർവജന്മങ്ങളെയും നിഷേധിച്ചിരിക്കുക. പൂർവജന്മങ്ങളിൽ ചിലപ്പോൾ ദേവയക്ഷ ശരീരമൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവുകയെ. പിന്നെയോ ന ബ്രാഹ്മണ വൈശ്യശൂദ്രാഹ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ എന്നിങ്ങനെ വർണ്ണ നിഷേധം നടത്തിയപ്പോൾ സൂക്ഷ്മ ശരീര നിഷേധവും കർത്തൃത്വ ബുദ്ധിയുടെ നിഷേധവും ഭോക്തൃത്വ ബുദ്ധിയുടെ നിഷേധമൊക്കെ നിർവഹിച്ചിരിക്കുന്നു. നാഹം കർത്ത, നാഹം ഭോക്ത. തുടർന്ന് ഞാൻ ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥിയോ സന്യാസിയോ അല്ല. ഇതും സൂക്ഷ്മ ശരീരത്തിൻ്റെ നിഷേധമാണ്. പിന്നെയോ കിന്തു അഹം നിജബോധരൂപ, ബോധസ്വരൂപിയാണ്. അറിവിനെയാണ് ഈ സ്തോത്രം വാസ്തവത്തിൽ സ്തുതിക്കുന്നത് എന്ന് പറയാം. പക്ഷെ അറിവിനെ സംബന്ധിച്ച് നമുക്കുള്ള ഒരു ബോധ്യം, അറിവ് എന്നത് ബൈ പ്രോഡക്റ്റ് ഓഫ് മൈൻഡ് ആൻഡ് ഇൻ്റലക്റ്റ് അല്ലേ? ജ്ഞാനം എന്നത് മനോബുദ്ധികളുടെ ഒരു പ്രകടനമല്ലേ, ശേഷിയല്ലേ? വ്യവഹാരത്തിലുള്ള എല്ലാ അറിവും അങ്ങനെ തന്നെയാണ്. അതിനെക്കുറിച്ച് പറയുക ത്രിപുടി സഹിത ജ്ഞാനം. ത്രിപുടി എന്ന് പറഞ്ഞാൽ ത്രീ ഫോൾഡ് ആസ്പെക്ട്സ് ഓഫ് നോളജ്. അറിവിൻ്റെ 3 ദളങ്ങൾ, 3 തലങ്ങൾ. അറിയുന്ന ആൾ, അറിയുന്ന വസ്തു, അത് തമ്മിലുള്ള സംബന്ധം. ഈ അറിവിനെ അല്ല ആത്മജ്ഞാനം, ആത്മാവ് തന്നെ ജ്ഞാനം, അഹം ബോധസ്വരൂപ എന്ന് പറയുന്നിടത്ത് ഉദ്ദേശിക്കുന്നത്. അവിടെ ഉദ്ദേശിക്കുന്ന അറിവ് ത്രിപുടി രഹിത ജ്ഞാനമാണ്. ഭേദങ്ങളൊന്നുമില്ല. നിജബോധരൂപ. തുടർന്ന് യം അഗ്നി ഉഷ്ണവത് നിത്യബോധസ്വരൂപം മനഃചക്ഷുരാദീന്യബോധാത്മകാനി പ്രവർത്തന്ത ആശ്രിത്യ
നിഷ്കമ്പമേകം സ നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ. നിത്യ ഉപലബ്ധ സ്വരൂപമായിട്ടുള്ള ആത്മാവിനെ അപേക്ഷിച്ചിടത്തോളം മനസ്സ്, ചക്ഷുസ് തുടങ്ങിയ അന്തഃബാഹ്യ കരണങ്ങളാകട്ടെ ഉപാധികളാകട്ടെ അവയുടെ പ്രകൃതം എന്താണ്? അവയുടെ പ്രകൃതം അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ. അവ്യക്തത്തിൽ നിന്ന് ആവിർഭൂതമായി കുറച്ചു കാലം നിലനിന്ന് വീണ്ടും അവ്യക്തത്തിലേക്ക് വിലയിക്കുന്നതാണ്. മാത്രവുമല്ല അബോധാത്മകാനി, അവയൊക്കെ ബേസിക്കലി ജഡപ്രായങ്ങളാണ്. ഇങ്ങനെയുള്ള അന്തഃകരണങ്ങളെയും ബാഹ്യകരണങ്ങളെയും യാതൊരു നിഷ്കമ്പ തത്വമാണോ, ബേസിക്കലി ആത്മതത്വം നിഷ്കമ്പമാണ് എന്ന് പറഞ്ഞാൽ ചലനവർജിതമാണ്, അതിൽ കമ്പനങ്ങളൊന്നുമില്ല. പ്രകൃതിയുടെ പ്രകൃതമാകട്ടെ നിരന്തര സ്പന്ദനമാണ്, അഥവാ സ്പന്ദിക്കുന്നിടത്തെ ആവിഷ്കാരങ്ങളുള്ളൂ. സൃഷ്ടി എന്ന് പറയുന്നത് ബേസിക്കലി പ്രകൃതിയുടെ സ്പന്ദനമാണ്. നിഷ്കമ്പമായ ആത്മതത്വം സ്പന്ദജങ്ങളായിട്ടുള്ള, പ്രകൃതി സ്പന്ദനം കൊണ്ട് സംഭൂതമായിട്ടുള്ള സകലതിനെയും പ്രവർത്തിപ്പിക്കുന്നു. ഇവിടെ പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ ഹസ്താമലകൻ ചൂണ്ടിക്കാണിക്കുന്നത് യം ആശ്രിത്യ പ്രവർത്തന്തേ എന്നാണ്. ഇപ്പം പ്രവർത്തിക്ക് വേണ്ടിയിട്ട് വിവിധ പ്രകാരത്തിലുള്ള വ്യവഹാരത്തിന് വേണ്ടിയിട്ട് കരണങ്ങൾ ആത്മാവിനെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മ അനുഗ്രഹമില്ലെങ്കിൽ, എങ്ങനെയുള്ള ആത്മാനുഗ്രഹം? നിഷ്കമ്പമായ ആത്മ അനുഗ്രഹമില്ലെങ്കിൽ ഇവയ്ക്കൊന്നും തന്നെ പ്രവർത്തനക്ഷമതയില്ല, പ്രവർത്തനശേഷിയില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയുള്ള സ നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ, നിത്യ ഉപലബ്ധസ്വരൂപമാണ് ആത്മാ. അതിന് കാലഭേദങ്ങളൊന്നും ഇല്ല എന്നർത്ഥം. നിത്യം ഉപലബ്ധം, അതുപോലെ അനിഷേധ്യവുമാണ്. ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തിയവസ്ഥയിലും തുരീയാവസ്ഥയിലും ഇനി മറ്റു പല അവസ്ഥാന്തരങ്ങളും, സങ്കടാവസ്ഥയിലും സന്തോഷാവസ്ഥയിലും മൂർച്ഛാവസ്ഥയിലും ബോധം കെട്ട് കിടക്കുന്ന അവസ്ഥയിലും എല്ലായ്പ്പോഴും അവൈലബിളായിട്ടുള്ള തത്വമാണ്. അതുകൊണ്ട് ഇതിനെ നിത്യോപലബ്ധി സ്വരൂപം എന്ന് പറഞ്ഞിരിക്കുന്നു. തുടർന്ന് മുഖാഭാസകോ ദർപ്പണേ ദൃശ്യമാനോ മുഖത്വാത് പൃഥക്ത്വേന നൈവാസ്തി വസ്തുഃ ചിതാഭാസകോധീഷു. അല്ല, മൂന്നാമത്തെ ശ്ലോകം. നിമിത്തം മനഃചക്ഷുരാദിപ്രവൃത്തോ നിരസ്ഥാഖിലോപാധിരാകാശകൽപഃ രവിർലോകചേഷ്ടാ നിമിത്തം യഥായഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. വീണ്ടും യാതൊരു തത്വപ്രകാശം ചൈതന്യം കൊണ്ടാണോ മനസ്സ് ചക്ഷുസ് യഥാക്രമം അന്തഃകരണവും ബാഹ്യകരണവും പ്രവർത്തിക്കുന്നത്, ആ തത്വത്തിൽ പക്ഷേ യാതൊരു ഉപാധി പരിമിതികളും ഇല്ല. ഇവിടെ അനന്തമായ ആത്മതത്വത്തിൽ മനസ്സ് മുതലായ ഉപാധികൾ അതുണ്ട് ബഹുപ്രകാരം. അങ്ങനെ അനവധി ഘടകങ്ങൾ ഉണ്ടാകുമ്പോഴും ആത്മതത്വത്തിൻ്റെ അനന്തതയ്ക്ക് യാതൊരു അതിരും ഈ ഉപാധികൾ സൃഷ്ടിക്കുന്നില്ല. എന്താ കാരണം? ഉപാധികളുടെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് നള്ളിഫൈ ചെയ്ത് കളയാവുന്നതാണ്. ആത്മാവിൻ്റെ നിത്യോപലബ്ധിത്വവും അതുപോലെ തന്നെ നൈരന്തര്യവും അനന്തതയും പരിഗണിക്കുമ്പോൾ ദേശകാല പരിധികളിൽ പരിമിതികളിൽ പരിലസിക്കുന്ന
എക്സ്പ്രസ്ഡ് ആകുന്ന ഉപാധികൾക്ക് പ്രത്യേകിച്ച് അസ്തിത്വം കൽപ്പിക്കാനില്ല. പക്ഷേ അനുഭവത്തിലുണ്ട്. സ്വാഭാവികമായിട്ടും ഇവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ അന്തഃകരണങ്ങളുടെയും ബാഹ്യകരണങ്ങളുടെയും പ്രവൃത്തികളെ, വ്യവഹാരത്തെ മനനത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവയെ തടസ്ഥലക്ഷണമാക്കിക്കൊണ്ട് നമുക്ക് സർവാന്തരതമമായ ചൈതന്യ സാന്നിധ്യത്തെ മനനം ചെയ്യാം, ധ്യാനിക്കാം. അതുകൊണ്ട് പറഞ്ഞു തരുന്നു, നിമിത്തം മനഃചക്ഷുരാദി പ്രവൃത്തോ. മനസ്സും ചക്ഷുസും ഒക്കെ പ്രവർത്തിക്കുന്നതിന് നിമിത്തം ഏതാണ്? അതിൽ പക്ഷേ ഉപാധികളൊന്നുമില്ല കേട്ടോ. ഉപാധികൾ എന്ന് പറഞ്ഞാൽ ശരീരാദികൾ ഉപാധികളാവില്ലേ? അത് ആത്മാവിൽ പരിമിതി സൃഷ്ടിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ആത്മതത്വത്തിൻ്റെ ആബ്സല്യൂട്ട് എൻറ്റിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ മനസ്സ് മുതലായവയുടെ റിലേറ്റീവ് എൻറ്റിറ്റി ആത്മാവിൻ്റെ ആബ്സല്യൂട്ട് എൻറ്റിറ്റിക്ക് അതിരോ പരിധിയോ പരിമിതിയോ സൃഷ്ടിക്കാൻ പര്യാപ്തം അല്ല. ഏതുപോലെയാണോ നമ്മുടെ സ്വപ്ന ദൃശ്യങ്ങൾ നമ്മുടെ സ്വരൂപത്തെ, സ്വരൂപം ഇൻ ദി സെൻസ് ജാഗ്രതയിൽ വ്യവഹരിക്കുന്ന നമ്മുടെ ഒരു അസ്തിത്വവും വ്യക്തിത്വവും ഒക്കെ ഉണ്ടല്ലോ, അത് സ്വപ്ന ദൃശ്യങ്ങളാൽ ബാധിക്കപ്പെടുന്നുണ്ടോ? സ്വപ്നത്തിൽ നമ്മൾ ഒരു ഇടത്തേക്ക് പോയി, അവിടെ വെച്ചായിരിക്കും ചിലപ്പോൾ ഉണരുക. പക്ഷേ ഉണരുമ്പോൾ നമ്മൾ അവിടെ എത്തുന്നില്ല. പിന്നെയോ ആ സ്വപ്ന ദൃശ്യം, സ്വപ്നത്തിൽ നടന്ന വ്യവഹാരങ്ങൾ, ഇതൊന്നും തന്നെ എന്നെ ബാധിക്കുന്നില്ല ഞാൻ ഉണരുമ്പോൾ. ഇതുപോലെയാണ് മനസ്സ്, ചക്ഷുസ് തുടങ്ങി അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും അവയ്ക്കൊക്കെയുള്ള എക്സിസ്റ്റൻസ് ഉണ്മ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് അല്ല, റിലേറ്റീവ് എൻറ്റിറ്റിയാണ്, ട്രാൻസാക്ഷണൽ എൻറ്റിറ്റിയാണ്. അത് ആത്മതത്വത്തിൽ യാതൊരു കളങ്കവും ചാർത്തുന്നില്ല, പരിധിയും പരിമിതിയും പ്രദാനം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നിരസ്ഥാഖിലോപാധിരാകാശകൽപ്പ എന്ന് ആകാശത്തിൻ്റെ ദൃഷ്ടാന്തത്തെ പറഞ്ഞത്. രവിർലോകചേഷ്ടാ നിമിത്തം യഥായ സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. സൂര്യൻ എപ്രകാരമാണോ സകല ചേഷ്ടകൾക്കും കാരണമായിരിക്കുന്നത്, പക്ഷേ സൂര്യൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ഇരുളും വെളിച്ചവും അപ്രകാരം ദിനങ്ങളെയും ആഴ്ചകളെയും മാസങ്ങളെയും വർഷങ്ങളെയും ഋതുക്കളെയും ഒക്കെ പ്രദാനം ചെയ്യുന്നവനെ എന്നിങ്ങനെ നമ്മൾ സൂര്യനെ സ്തുതിക്കാൻ ഒരുമ്പെട്ടാൽ എന്തൊക്കെ എണ്ണി എണ്ണി പറയണം. പക്ഷേ സൂര്യൻ ഇതൊക്കെ കേട്ടിട്ട് അത്ഭുതത്തോടെ ചോദിക്കും, എവിടെന്നാ വരവ്? ഭൂമിന്നേ. ഭൂമി അറിയില്ലേ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്? സൂര്യൻ ചോദിക്കും, ഏത് ഭൂമി? സൂര്യൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. ഇത്തിരി ചുടുപാൽ വെളിച്ചം കുടിച്ചിട്ടാണ് ഭൂമിയിൽ ജീവൻ്റെ ഉന്മത്ത നൃത്തം എന്നിങ്ങനെയൊക്കെ അനശ്വര കവി ONV ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. ആ സൂര്യൻ ഉദിച്ചു വരുന്നതും പൂവുകളിൽ അടിവെച്ച് പുഴകളിൽ നീരാടി അങ്ങനെ വന്ന് അടുക്കള വരെ മാമുണ്ണാൻ വിഭവം ഉണ്ടാക്കി തന്നത് സൂര്യനാണ്. ആ ഊർജം കൊണ്ടാണ് നമ്മുടെ മറ്റ് വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ സൂര്യനും ജീവലോകവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ബന്ധുത്വം. പക്ഷേ സൂര്യൻ ഇതിലൊന്നിലും വാസ്തവത്തിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ല എന്ന് പറയും. ഇതുപോലുള്ള ഒരു സാന്നിധ്യമാണ് ആത്മാവിൻ്റെ സാന്നിധ്യം. അത് നാം വ്യക്തിപരമായി നമ്മിൽ റിയലൈസ് ചെയ്യുന്നു, എന്നിട്ട് പുറം ലോകത്തെയും അങ്ങനെ തിരിച്ചറിയേണ്ടതുണ്ട്. നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ യമഗ്നുഷ്ണവന്നിത്യബോധസ്വരൂപം മനഃചക്ഷുരാദീന്യബോധാത്മകാനി പ്രവർത്തന്ത ആശ്രിത്യ നിഷ്കമ്പമേകം സനിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ.
യമഗ്നിയുഷ്ണവത് നിത്യബോധസ്വരൂപം. അഗ്നിക്ക് ഉഷ്ണമെന്നതുപോലെയാണ് ആത്മവൈഭവത്തെ സംബന്ധിച്ചിടത്തോളം ബോധ സാമർഥ്യം. സത്ത് തന്നെയാണ് ചിത്ത്, ചിത്ത് തന്നെയാണ് ആനന്ദം. ഇതൊന്നും തമ്മിൽ ഭേദമില്ല. ഗുണഗുണീ ബന്ധം, ധർമാധർമ്മീ ബന്ധം എന്നിങ്ങനെയൊന്നും കൽപ്പിക്കാൻ പറ്റില്ല. അതൊക്കെ സവിശദ താത്വിക ചർച്ചയിൽ വരുന്ന വസ്തുതകളാണ്. ഏതായാലും അഗ്നിക്ക് ഉഷ്ണം പോലെ ബോധസ്വരൂപം. മനഃചക്ഷുരാദി അബോധാത്മകാനി, മനസ്സ് ചക്ഷുസ് മുതലായ അബോധകങ്ങളായിട്ടുള്ള ഇനേർട്ട് നേച്ചർ, അങ്ങനെയുള്ള ഇവയൊക്കെ പ്രവർത്തന്ത ആശ്രിത്യ, യം ആശ്രിത്യ പ്രവർത്തന്ത, ഏതിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു? നിഷ്കമ്പമേകം. അത് പക്ഷേ അതിൽ യാതൊരു സ്പന്ദനവുമില്ലാത്തതാണ്. മുഖാഭാസകോ ദർപ്പണേ ദൃശ്യമാനോ മുഖത്വാത് പൃഥക്ത്വേന നൈവാസ്തി വസ്തുഃ ചിദാഭാസകോധീഷു ജീവോപി തദ്വത് സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഭേദമില്ലേ. ആരാ ജീവാത്മാവ്? ഞാൻ. എന്തുകൊണ്ട് ജീവാത്മാവ്? അനവധി പരിമിതികൾ ഉള്ളതുകൊണ്ട്. ഐ ആം ലിമിറ്റഡ്. ഇതാണ് നമ്മുടെ അവസ്ഥ. കിഞ്ചിത് ജ്ഞോഹം, കിഞ്ചിത് വ്യാപി, കിഞ്ചിത് ശക്തിമാൻ എന്നിങ്ങനെയാണ് ജീവനെക്കുറിച്ച് പ്രതിപാദിക്കുക. ചെറിയ ഒരിടത്ത് മാത്രം വ്യാപിച്ചിരിക്കുന്നു, വളരെ കുറഞ്ഞ ശക്തിയോടുകൂടി, പരിമിതങ്ങളായ അറിവോടുകൂടി. ഇതാണ് ജീവാവസ്ഥ. പരമാത്മാ എന്ന പ്രയോഗമുണ്ട്. പരശബ്ദം കൊണ്ട് സർവാതീതം എന്നാണ് അർത്ഥം. ട്രാൻസെൻഡൻ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റേഷൻസും ഇല്ല, ഒരതിരുമില്ലാത്ത അതിരറ്റ അവബോധമാണ് പരമാത്മാ. പരമാത്മാവിൽ ജീവാത്മാവിൻ്റെ സ്ഥാനമെന്ത്? ഉത്തരം പരമാത്മാവ് തന്നെ ജീവാത്മാവ്. ഉദരം അന്തരം കുരുതേ. ഇത് തമ്മിൽ ഇത്തിരിയെങ്കിലും അന്തരമുണ്ട്, വ്യത്യാസമുണ്ട് എന്ന് കരുതുകയാണെങ്കിൽ, ലവലേശം വ്യത്യാസമുണ്ട് എന്ന് ഗണിക്കുകയാണെങ്കിൽ അഥ തസ്യ ഭയം ഭവതി. അവന് ഭയമുണ്ട്, അവന് ദുഃഖമുണ്ട് എന്നാണ്. അതാണ് നമ്മുടെ പ്രശ്നം. നാം അന്തരത്തെ അനുഭവിക്കുന്നു, കൽപ്പിക്കുന്നു, പരിഗണിക്കുന്നു. ഇതാണ് നമ്മുടെ സങ്കടം. ഉദരമന്തരം കുരുതേ അഥ തസ്യ ഭയം ഭവതി. ഭയം എന്ന് പറയുന്നത് ഞാൻ നിഷ്കാസിതനായി പോകുമോ, ഞാൻ അവഗണിക്കപ്പെട്ടു പോകുമോ എന്ന് തുടങ്ങി. ദുഃഖവും അതൊക്കെ തന്നെയാണ്. ഇവിടെ പറയുന്നു ജീവാത്മാവ് തന്നെ പരമാത്മാവ്, പരമാത്മാവ് തന്നെ ജീവാത്മാവ്. തത്വമസി ത്വം തദസി. തത് ത്വമസി ത്വം തദസി. ഇങ്ങനെ തിരിച്ചും മറിച്ചു. അത് പറയാൻ വേണ്ടി ഇവിടെ നല്ലൊരു ദൃഷ്ടാന്തം അവതരിപ്പിച്ചിരിക്കുന്നു. ഇപ്പം ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധുത്വത്തെ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് അറിയാൻ സഹായകമായ പ്രകാരം പല കൽപ്പനകളുമുണ്ട്. അതിലൊരു കൽപ്പനയാണ് ബിംബപ്രതിബിംബവാദം, അംശാംശിവാദം എന്നിങ്ങനെയൊക്കെയുള്ള വേറെയും കൽപ്പനകളുണ്ട്. ബിംബപ്രതിബിംബവാദം എന്തുകൊണ്ട് പറഞ്ഞു? അദ്വൈത അനുഭവം സ്വന്തമാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ പ്രതിബിംബം എന്ന് കടിച്ചു തൂങ്ങി കഴിയാനല്ല. പരമാത്മാവിൻ്റെ പ്രതിബിംബമാണ് ജീവാത്മാവ് എന്നെണ്ണുകയാണെങ്കിൽ അത് ജീവാത്മാവിനെ പരമാത്മാവായി അറിയാനുള്ള ഉപാധിയാക്കി പ്രയോജനപ്പെടുത്തണം. അല്ലാതെ പ്രതിബിംബമെന്ന്
പരിമിതികളെ ആവാഹിച്ച് സങ്കടപ്പെട്ട് കഴിയാൻ ഇടവരരുത്. ഇപ്പോൾ എനിക്ക് പരിമിതികളെക്കുറിച്ചുള്ള സങ്കടങ്ങളുണ്ട്, അഡ്മിറ്റ് ഇറ്റ്. എന്നിട്ട് ആലോചിക്കൂ, എങ്ങനെയാണ് പരിമിതപ്പെട്ടുപോയത്? ഞാൻ എന്നുള്ള ബോധ്യം എങ്ങനെ സംഭവിച്ചു? എങ്ങനെ ഞാൻ എന്നുള്ള ബോധ്യം സംഭവിച്ചത്? ചിതാഭാസകഃ ധീഷു. ചിത്തിൻ്റെ ആഭാസം, ചിത്തിൻ്റെ ഒരു പ്രതിബിംബ പ്രകാശം, പ്രകടനം അതെവിടെ ഉണ്ടായി? ബുദ്ധികളിലുണ്ടായി. ധീഷു. ഇപ്പോൾ ബുദ്ധിയിൽ പ്രതിബിംബിച്ച പരമാത്മതത്വമാണ് ജീവാത്മാ. ഇപ്പോൾ ജീവാത്മാവ് എന്നത് പ്രതിബിംബമാണ് ബുദ്ധിയിൽ. മുഖാഭാസകോ ദർപ്പണേ ദൃശ്യമാനഃ. മുഖത്തിൻ്റെ ആഭാസം, പ്രതിബിംബം, പ്രകടനം അതെവിടെ ഉണ്ടായി? ദർപ്പണത്തിൽ ഉണ്ടായി. ദർപ്പണേ ദൃശ്യമാനഃ മുഖാഭാസകഃ. കണ്ണാടിയിൽ കാണുന്ന മുഖം അത് ഒറിജിനൽ മുഖത്തിൻ്റെ പ്രകാശമാണ്, പ്രതിബിംബമാണ്. മുഖാഭാസകഃ ദർപ്പണേ ദൃശ്യമാനഃ. ദർപ്പണേ ദൃശ്യമാനഃ മുഖാഭാസകഃ. ദർപ്പണത്തിൽ കാണുന്ന, കണ്ണാടിയിൽ കാണുന്ന മുഖപ്രതിബിംബം മുഖത്വാത് പൃഥക്ത്വേന നൈവാസ്തി വസ്തു. മുഖത്തിൽ നിന്ന് വേറിട്ട ഒരു വസ്തുവല്ല. ഇവിടെ പ്രതിബിംബവും ബിംബവും തമ്മിൽ യാതൊരു ഭേദവും ഇല്ല. ഈ അഭേദത്തെ ധ്യാനിച്ചറിയാനാണ് പ്രതിബിംബവാദം അവതരിപ്പിച്ച് ആചാര്യന്മാർ നമ്മെ അനുഗ്രഹിച്ചത്. പ്രതിബിംബവാദ അനുഗ്രഹം എന്തിനു വേണ്ടിയാ? മുഖത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ണാടിയിൽ കാണുന്ന മുഖത്തിന്, പ്രതിബിംബത്തിന് ഒരു അസ്തിത്വമില്ലല്ലോ എന്നാലോചിക്കാൻ വേണ്ടിയാ. മുഖാഭാസകോ ദർപ്പണേ ദൃശ്യമാനഃ മുഖത്വാത് പൃഥക്ത്വേന നൈവാസ്തി വസ്തുഃ. മുഖത്തിൽ നിന്ന് വേറിട്ട് വേറൊരു വസ്തു ഇല്ല. കണ്ണാടിയിൽ പ്രതിബിംബിതമായ മുഖം എന്നത് മുഖം തന്നെയാണ്, ഒറിജിനൽ മുഖം തന്നെയാണ്. ഇതുപോലെ ചിതാഭാസകഃ ധീഷു. ചിത്തിൻ്റെ ആഭാസം, ചിത്തിൻ്റെ പ്രതിബിംബം ബുദ്ധിയാദികളിൽ സംഭവിക്കുന്നു. ജീവോപി തദ്വത്. അതാണ് ജീവൻ. ഇപ്പം യാതൊരു പരമാത്മതത്വത്തിൻ്റെ പ്രതിബിംബമാണോ ജീവൻ, ആ പരമാത്മതത്വമാകുന്നു ഞാൻ. സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. ഇവിടെ ഞാൻ കണ്ണടച്ച് നിവർന്നിരുന്ന് എന്നിലെ ജീവാത്മാവെന്നത് ബുദ്ധിയിൽ പ്രതിബിംബിതമായ പരമാത്മ ചൈതന്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം എത്രയെത്ര ജീവ അവകാശവാദങ്ങളുണ്ടോ അതൊക്കെയും ഈ പരമാത്മാവിൻ്റെ തന്നെ പ്രതിബിംബമാണ് എന്ന് മനസ്സിലാക്കണം. അഹമയം കുതോ ഭവതി ചിന്വതഃ അയിപതത്യഹം നിജ വിചാരണം അഹമിനാശഭാജഹമഹന്തയാ സ്ഫുരതി ഹൃത്സ്വയം പരമപൂർണസത്. ഭഗവാൻ രമണ മഹർഷി അഹത്തെ അന്വേഷിച്ച് പോകാൻ പറയണു. അഹമയം കുതോ ഭവതി, ഈ ഞാൻ എവിടെ നിന്ന് സംഭവിച്ചു എന്ന് ആരാഞ്ഞു പോയാൽ ഐ പതതി അഹം, ഇപ്പോൾ ഉള്ള ഈ ഒരു അഹങ്കാരമുണ്ടല്ലോ, അഹത്തിന് ലഭിച്ചിട്ടുള്ള വിശേഷണങ്ങൾ അതൊക്കെ പതിച്ചു പോകും. അപ്പോഴോ പരിപൂർണ സത്ത് മാത്രമായിട്ട് അഹംഭാവം വിലീനമാകും. അഹംഭാവമില്ല, അഹങ്കാരമില്ല, പിന്നെ എന്തേ ഉള്ളൂ? പരിപൂർണ സത്ത്. ഈ ഒരു റിയലൈസേഷനിൽ മറ്റു ജീവജാലങ്ങളിലും പ്രതിബിംബിതമായ തത്വം ഞാൻ തന്നെയാണെന്നറിയുന്നു. മുഖാഭാസകോ ദർപ്പണേ ദൃശ്യമാനോ മുഖത്വാത് പൃഥക്ത്വേന നൈവാസ്തി വസ്തു ചിതാഭാസകോ ധീഷു ജീവോപി തദ്വത്
സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. ആ നിത്യ ഉപലബ്ധ സ്വരൂപമാണ് ആത്മാവ്. യഥാ ദർപ്പണാഭാവ ആഭാസഹാനൗ മുഖം വിദ്യത്തെ കൽപ്പനാഹീനമേകം തഥാധീവിയോഗേ നിരാഭാസകോ യഃ സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. യഥാ ദർപ്പണാഭാവ ആഭാസഹാനൗ മുഖം വിദ്യത്തെ കൽപ്പനാഹീനമേകം തഥാധീവിയോഗേ നിരാഭാസകോ യഃ സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. യഥാ ദർപ്പണാഭാവ. ദൃഷ്ടാന്ത അവതരണത്തിൽ ഉപയോഗിച്ച ഘടകങ്ങളെ പരിഗണിച്ച് വീണ്ടും വിചാരം മുന്നോട്ട് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയാണ് അടുത്ത ശ്ലോകം. എന്താ ദൃഷ്ടാന്തം? കണ്ണാടിയിൽ പ്രതിബിംബിച്ച പ്രതിബിംബം, കണ്ണാടിയിൽ പ്രതിബിംബിച്ച ബിംബം, ബിംബം ഒറിജിനൽ, അതിൻ്റെ പ്രതിബിംബം കണ്ണാടിയിൽ സംഭവിച്ചു. ഇനിയും വിചാരം ചെയ്യൂ എന്ന് പറയാം. എന്താ വിചാരം ചെയ്യേണ്ടത്? മൈനസ് കണ്ണാടി. വാട്ട് വിൽ ഹാപ്പൺ? പ്രതിബിംബമുണ്ട്, ആ പ്രതിബിംബത്തിൽ നിന്ന് കണ്ണാടിയെ മൈനസ് ചെയ്തു. അപ്പോൾ കണ്ണാടി പോകുന്നതോടെ പ്രതിബിംബം പോവും. അപ്പോൾ ബിംബത്തിന് എന്ത് സംഭവിക്കും? ബിംബത്തിനൊന്നും സംഭവിക്കില്ല. ബിംബത്തിന് ലെവലേശം കോട്ടം തട്ടുന്നില്ല. പ്രതിബിംബം എന്നതൊരു നഷ്ടമായിരുന്നോ? അല്ല. എന്താ കാരണം? ലാഭമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ സിദ്ധമായിട്ടില്ല, പക്ഷേ അനുഭവം ഉണ്ടായിരുന്നു. ആ അനുഭവത്തിൻ്റെ വാസ്തവികത വിചാരം ചെയ്യാൻ ഉദ്യമിക്കണം. ഇതാണ് ദുഃഖമോചനത്തിനുള്ള വഴി. സകല ദുഃഖങ്ങളും, സകല ജയപരാജയങ്ങളും ലാഭനഷ്ടങ്ങളും എല്ലാം പ്രതിബിംബത്തെ ആശ്രയിച്ചുള്ളതാവുന്നു, ബിംബത്തെ ബാധിച്ചതേ അല്ല. അതുകൊണ്ട് ദർപ്പണത്തെ എടുത്തു മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കും. യഥാ ദർപ്പണാഭാവ ആഭാസഹാനൗ. ദർപ്പണ അഭാവത്തിങ്കൽ ആഭാസത്തിൻ്റെ ഹാനം. ആഭാസം പ്രതിബിംബം, പ്രതിബിംബത്തിൻ്റെ ഹാനമുണ്ടാകുന്നു, നാശമുണ്ടാകും. ഇഫ് മിറർ ഈസ് നോട്ട് ദെയർ, then no relevance as far as reflection is concerned. കണ്ണാടി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പ്രതിബിംബത്തിന് പ്രസക്തിയില്ല, സ്ഥാനമില്ല. മുഖം വിദ്യതേ കൽപ്പനാഹീനമേകം. ഉദാഹരണത്തിൽ മുഖമായിരുന്നു പ്രതിബിംബിച്ചത്. കണ്ണാടി മാറ്റിയപ്പോൾ മുഖം പോയോ? ഇല്ല. മുഖം വിദ്യതേ, സ്റ്റിൽ ഇറ്റ് കണ്ടിന്യൂസ്. അതെങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്? കൽപ്പനാഹീനം. പ്രതിഭാസ കൽപ്പനയില്ലാതെ, പ്രതിബിംബ കൽപ്പനയില്ലാതെ ഏകമായിട്ട് അത് പ്രതിഫലിക്കുന്നു, അല്ല അത് പരിലസിക്കുന്നു. മുഖം പ്രതിബിംബമില്ലാതെ പരിലസിക്കുന്നു. ഏകം. നേരത്തെ രണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നായി. ഇതാണ് അദ്വൈതം. ഇതാണ് അദ്വൈതം. വിയോഗേ തഥാ പ്രകാരം ധീവിയോഗം. ധീവിയോഗം എന്ന് പറഞ്ഞാൽ കണ്ണാടി സ്ഥാനീയമായിട്ടുള്ള, ദർപ്പണസ്ഥാനീയമായിട്ടുള്ള ബുദ്ധി വിയോഗമുണ്ടായി. ബുദ്ധിയുടെ വിയോഗത്തിങ്കൽ തഥാധീവിയോഗേ നിരാഭാസകഹായ. പരമാത്മാവ് അപ്പോൾ നിരാഭാസകമായി. നിരാഭാസകം, പ്രതിബിംബശൂന്യം. പ്രതിബിംബിക്കാൻ സ്കോപ്പില്ലാത്തതുകൊണ്ട് പ്രതിബിംബിക്കുന്നില്ല. അപ്പം നേരത്തെ ലാഭം ഉണ്ടായിരുന്നു, ഇപ്പം നഷ്ടമായി എന്ന് പറയാൻ പറ്റില്ല. നേരത്തെ ലാഭം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇപ്പം നഷ്ടം ഉണ്ടായിട്ടില്ല. പ്രതിബിംബിക്കുന്നതുകൊണ്ട് ലാഭനഷ്ടമൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ ഒരു ഉപാധി കണ്ടപ്പോൾ പ്രതിബിംബിച്ചു എന്നേ ഉള്ളൂ. ഉപാധി പോയപ്പോൾ പോയി. ജലത്തിൽ സൂര്യൻ്റെ ദൃഷ്ടാന്തം, ചന്ദ്രൻ്റെ ദൃഷ്ടാന്തമൊക്കെ പറയും. ജലഗത സൂര്യൻ, ജലഗത ചന്ദ്രൻ. ആ ജലത്തെ നമ്മളങ്ങോട്ട് നീരാവിയാക്കുകയാണെങ്കിലോ, അത് പിന്നെ പ്രതിബിംബിത സൂര്യൻ എവിടെ പോയി?
ശങ്കരാചാര്യ പറയും ഒറിജിനൽ സൂര്യനിലേക്ക് പോയിട്ട് യദ്ഗത്വ ന നിവർത്തന്തേ, ഇനി പിന്നെ തിരിച്ചു വരില്ല. ഇതാണ് സാക്ഷാത്കാരം. തഥാധീവിയോഗേ നിരാഭാസകോ യഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. സാങ്കേതികമായിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവണ്ട. മനസ്സിലാവണം എന്നുള്ള വാശി അങ്ങോട്ട് ഉപേക്ഷിക്കുക. കാരണം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സാകുന്ന കൊച്ചു ചെപ്പിൽ എന്തൊക്കെയോ കുത്തി നിറയ്ക്കാനാണ് ഉദ്യമിക്കുന്നത്. ലീവ് ഇറ്റ്. പിന്നെ എന്ത് വേണം? സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ, നിത്യം ഉപലബ്ധമായിട്ടുള്ള ആത്മസ്വരൂപിയാണ് ഞാൻ എന്ന് നിമന്ത്രണം ചെയ്തുകൊണ്ടേയിരിക്കും. ആ ആത്മസ്വരൂപത്തിൽ യാതൊരു ദുഃഖവുമില്ല. അനുഭവിക്കുന്ന ദുഃഖമാകട്ടെ കൽപ്പിത പ്രതിബിംബത്തിലുള്ളത്. അത് കുടഞ്ഞു കളയേണ്ട കാര്യമില്ല. പ്രതിബിംബത്തെ ബാധിച്ച പ്രശ്നങ്ങളൊക്കെ പ്രതിഫലിച്ച പ്രതലത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അതെന്തിനാണ് നമ്മൾ കൂട്ടിക്കുഴയ്ക്കണത്? പ്രതിബിംബ വിശകലനമേ ആവശ്യമില്ല. ജസ്റ്റ് റിനൗൺസ്. ഇതാണ് സന്യാസം. സന്യാസം എന്ന് പറയുന്നത് പ്രതിബിംബ സംബന്ധിയായ സങ്കടങ്ങളെ ഉപേക്ഷിക്കലാകുന്നു. എല്ലാ സങ്കടങ്ങളും പ്രതിബിംബ സംബന്ധിയാണ്. പ്രതിബിംബം എങ്ങനെ വന്നു? പ്രതിഫലിക്കാൻ പ്രതലം ഉള്ളതുകൊണ്ട് വന്നു. പ്രതിഫലിക്കാൻ പ്രതലമുണ്ടായതെങ്ങനെ? അതിൻ്റെ സോഴ്സ് അന്വേഷിച്ചു പോയാലും പ്രത്യേകിച്ച് അസ്തിത്വം കൽപ്പിക്കാൻ പറ്റില്ല. അപ്പം ഇത് മനസ്സിലാവുന്നില്ല എന്ന് നിഷേധിക്കാൻ പോലും നമുക്ക് അവകാശമില്ല. കാരണം മനസ്സിലാക്കിയതിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇനിയും മനസ്സിലാക്കാൻ പരിശ്രമിക്കുമ്പോൾ വീണ്ടും കുത്തി നിറയ്ക്കലാണ് നടക്കുന്നത്. ഇപ്പം നമ്മുടെ സങ്കടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കിയതാണ് സങ്കടം എന്ന് പറയാം. ശരിയല്ലേ? എന്നിട്ടത് നീക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പം മനസ്സിന് അസ്തിത്വം കൊടുത്ത് വീണ്ടും കൽപ്പിച്ച് കുത്തി നിറച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ നെഗേറ്റ് ചെയ്യാനുള്ള വഴി എന്താ? നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ. എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, ജീവാത്മാവ് എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചു കൂട്ടട്ടെ. പ്രതലവും ഒക്കെ തീരുമാനിക്കുന്നതാണ് ജീവാത്മാവിനെ. ജീവാത്മാവിനെ തീരുമാനിച്ച പ്രതലമാണ്. അതിൻ്റെ പരിമിതികളൊക്കെ അതിനെ ബാധിക്കുകയും ചെയ്യും. ലെറ്റ് ഇറ്റ് ബി. ഹൗ യു ആർ കണക്റ്റഡ് വിത്ത് ഇറ്റ്, അവിടെയാണ് നെഗേഷൻ സാധിക്കേണ്ടത്. നാഹം ജീവഃ നാഹം പ്രതിബിംബഃ. ഞാൻ പ്രതിബിംബമല്ല, പിന്നെ ബിംബമാണ്. എന്താ ബിംബത്തിൻ്റെ സ്വഭാവം? സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. നിത്യം ഉപലബ്ധമായ ആത്മസ്വരൂപിയാണ് ഞാൻ. ഈ പ്രയോഗം ഇത് മാത്രമെങ്കിലും നമ്മൾ ഈ ഹസ്താമലകീയ സ്തോത്രത്തിൽ നിന്ന് ഹൃദിസ്ഥമാക്കിയേക്കണം. ബാക്കിയൊക്കെ വിട്ടോട്ടെ. നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. ഇത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. മനഃചക്ഷുരാദേർവിയുക്ത സ്വയം യഃ മനഃചക്ഷുരാദേർമനഃചക്ഷുരാദിഃ മനഃചക്ഷുരാദേരഗമ്യസ്വരൂപഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. മനഃചക്ഷുരാദേർവിയുക്ത സ്വയം യഃ മനഃചക്ഷുരാദേർമനഃചക്ഷുരാദിഃ മനഃചക്ഷുരാദേരഗമ്യസ്വരൂപഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ. മനഃചക്ഷുരാദേർവിയുക്തഃ സ്വയം യഃ. മനഃചക്ഷുരാദികളിൽ നിന്ന് വിയുക്തമായിട്ട് ഏതൊരു തത്വമുണ്ടോ അതിൽ മനസ്സില്ല, അതിൽ പ്രാണനില്ല. ഉപനിഷത്ത് പറയും ന പ്രാണോ ന മനോ ന ധീ.
പ്രാണനും മനസ്സും ബുദ്ധിയുമൊന്നുമല്ല എന്നാണ് അനുധ്യാനം ചെയ്യേണ്ടത്. അപ്രാണോ ഹ്യമനഃശുദ്ധ, അത് അപ്രാണമാണ്, അത് അമനമാണ് എന്നിങ്ങനെയൊക്കെ ഉപനിഷത്ത് വർണ്ണിക്കും. ആ ഒരു വസ്തുതയെ ഓർത്തുകൊണ്ട് മനഃചക്ഷുരാദേർവിയുക്ത സ്വയം യഹ, ഭൂമിയിലെ പ്രഭാത പ്രദോഷ നിശാ ദിവങ്ങൾക്ക് അപ്പുറം, പകലല്ല രാത്രിയല്ല സന്ധ്യകളല്ല സൂര്യൻ. പക്ഷേ പകലും രാത്രിയും സന്ധ്യകളും ഋതുക്കളുമൊക്കെ ഇവിടെ സംഭവിക്കുന്നതിന് കാരണം സൂര്യനാണ്. സൂര്യനിൽ ഇതൊന്നുമില്ല. മനഃചക്ഷുരാദേർവിയുക്ത സ്വയം യഹ മനഃചക്ഷുരാദേർ മനഃചക്ഷുരാദി. പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയും, അറിയിക്കാൻ അവലംബിക്കുന്ന മാർഗങ്ങളിലൊന്ന് അറിയുന്നതിനെക്കുറിച്ച് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കലാകുന്നു. രാമൻകുട്ടി വരണുണ്ട് കേട്ടോ. ഏത് രാമൻകുട്ടി? രാമൻകുട്ടി അറിയില്ല? ഇല്ല. ആ, നമ്മുടെ ഗോപാലകൃഷ്ണനെ അറിയില്ലേ? ആ, ഗോപാലകൃഷ്ണൻ്റെ ഗോപാലകൃഷ്ണൻ്റെ മൂത്ത മകളുടെ ഭർത്താവ്. ഓ, അപ്പം അറിയുന്ന ഗോപാലകൃഷ്ണനെ സൂചിപ്പിച്ചുകൊണ്ട് രാമൻകുട്ടിയിലേക്ക്. ഇതുപോലെ മനസ്സ് ചക്ഷുസ്സൊക്കെ അറിയില്ലേന്ന് ചോദിക്കും. അപ്പം അതിനെ സൂചിപ്പിക്കാൻ നിവൃത്തിയില്ലല്ലോ എന്നാണെങ്കിൽ മനഃചക്ഷുരാദേർ മനഃചക്ഷുരാദി. ഈ മനസ്സും ചക്ഷുസ്സും ഒക്കെ, മനസ്സ്, കണ്ണ്, മൂക്ക് മുതലായവ, അന്ധകരണവും ബാഹ്യകരണമാണ് ഇവിടെ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത്. ഇവയെ പ്രവർത്തിപ്പിക്കുന്നതിനെക്കുറിച്ച് എന്താ ഒരു വാക്ക് പറയുക? മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സ്, കണ്ണിനെ പ്രവർത്തിപ്പിക്കുന്ന കണ്ണ്. ഉപനിഷത്തിൻ്റെ ശൈലിയാണ്. ഉപനിഷത്തിലെ ശിഷ്യൻ ചോദിക്കുകയാണ്, കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത. ഉപനിഷത്തിലെ ശിഷ്യൻ ചോദിക്കുക, കണ്ണെങ്ങനെയാണ് പ്രവർത്തനക്ഷമമാകുന്നത്? മനസ്സിനെ ആര് നിയോഗിച്ചിട്ടാണ് അത് വിഷയങ്ങളിലേക്കൊക്കെ പോകുന്നത്? പ്രാണപ്രവർത്തനം. ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഗുരു പറയുന്ന മറുപടി എന്താണ്? കണ്ണിനൊരു കണ്ണുണ്ട് എന്ന്, മനസ്സിന് മനസ്സുണ്ട്. കേനപ്രയുക്തോയം, ആരാൽ നിയോഗിക്കപ്പെട്ട് പ്രവർത്തിപ്പിക്കപ്പെട്ടിട്ടാണ് എന്ന ചോദ്യത്തിന് ചക്ഷുസിൻ്റെ ചക്ഷുസ്, മനസ്സിൻ്റെ മനസ്സ്, ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോയത് വാചോഹവാചം സൗ പ്രാണസ്യ പ്രാണഃ. അപ്പം ചെവിക്കകത്തൊരു ചെവിയുണ്ട് എന്ന് വേറെ ചെവിയുണ്ട് എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, ചെവിയെ കേൾക്കാൻ സാമർഥ്യമുള്ളതാക്കി തീർത്തതിന് ചെവി എന്ന് തൽക്കാലം പേരിട്ടിരിക്കുക. കാരണം എന്താണ്? അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അടുത്ത വരിയിൽ അതാണ്, മനഃചക്ഷുരാദേരഗമ്യ സ്വരൂപ. മനസ്സിനും ചക്ഷുസിനൊന്നും അവിടേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മനസ്സ്, ചക്ഷുസ് മുതലായ വെച്ചിട്ട് അതിനെ എങ്ങനെ വർണ്ണിക്കും? അതുകൊണ്ട് ഇതിൻ്റെ പേര് തന്നെ അതിന് കൽപ്പിച്ചു എന്നർത്ഥം. മനഃചക്ഷുരാദേർ മനഃചക്ഷുരാദിഹി, മനസ്സിൻ്റെ മനസ്സ്, ചക്ഷുസിൻ്റെ ചക്ഷുസ്. ബട്ട് മൈൻഡ് യു, മനഃചക്ഷുരാദേരഗമ്യ സ്വരൂപ. മനസ്സിനും ചക്ഷുസിനൊന്നും ഒരിക്കലും അവിടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രവൃത്തിയെ മനസ്സിലാക്കിക്കൊണ്ട് സനിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ, ഇതിൻ്റെ വ്യവഹാരങ്ങളെയൊക്കെ നിരീക്ഷിച്ച് തീരുമാനിക്കൂ. അഹം സ ആത്മാ, ഞാൻ ആ ആത്മാവാകുന്നു. ഏതൊരാത്മാവാണോ മനസ്സ് മുതലായവയെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് വർത്തിക്കുന്നത്, മനസ്സ് മുതലായവ ഇല്ല എങ്കിലും അത് നിൽക്കും. മനസ്സ് മുതലായവ അതിനെ ആശ്രയിക്കുന്നു, പക്ഷേ അത് മനസ്സ് മുതലായവയെ ആശ്രയിക്കുന്നില്ല. ഇങ്ങനെ മനസ്സ് മുതലായവയ്ക്ക് മനസ്സ് മുതലായവയായിട്ട്, മനസ്സ് മുതലായവ കൊണ്ട് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയാത്തതായിട്ട്, മനസ്സ് മുതലായവയെ പ്രവർത്തിപ്പിക്കുന്ന തത്വം
സനിത്യോപലബ്ധിസ്വരൂപോഹം ആത്മാ. ആ നിത്യ ഉപലബ്ധസ്വരൂപിയായിട്ടുള്ള ആത്മാവാണ് ഞാൻ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പ്രഖ്യാപിക്കൂ എന്ന് പറയും. മനസ്സിലാവാനുള്ള വഴി എന്താ? മനസ്സിലാക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയില്ലേ, നെവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. വെൻ യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീൻസ് വാട്ട്? മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സാകുന്ന with a small bucket you are trying to collect the ocean. മനസ്സാകുന്ന ചെറിയ ബക്കറ്റ് കൊണ്ട് കടൽ ജലത്തെ ശേഖരിക്കാൻ ഉദ്യമിക്കുകയാണ്. ഡോണ്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്നാണെങ്കിലോ ഗോ ആൻഡ് സ്റ്റാൻഡ് അണ്ടർ ഇറ്റ്. എന്നിട്ട് പറയുക സനിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ശരീരാദികളുണ്ട്, അവയ്ക്ക് സങ്കട അനുഭവ പരമ്പരയുണ്ട്. നിങ്ങളുടെ പൊസിഷൻ എന്താ ചോദിക്കുക? ഞാനതൊക്കെ അനുഭവിക്കുന്നു എന്നുള്ള സങ്കടമുണ്ടെങ്കിലും ശരിക്കും എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബിയോണ്ട്. അതൊക്കെ അനുഭവിക്കപ്പെടുന്നതും പ്രകാശിപ്പിക്കപ്പെടുന്നതും ഒക്കെ ഞാൻ കാരണമാണ്. അങ്ങനെ ഡിറ്റാച്ച്ഡ് ആവുക. സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. ഇത് മാത്രം ഓർമ്മിച്ചാൽ മതി.